ആയിട്ട് നമ്മളെ ചെടികളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന കടയിൽ ഇന്ന് കുറേ പച്ചക്കറി തൈകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരുപാടൊന്നും വാങ്ങിച്ചില്ല, കുറച്ച് വെണ്ടയുടെ തൈ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. അത് വാങ്ങിച്ചു പോന്നു. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതൊന്ന് നടാന്ന് വിചാരിച്ചാൽ അത് ഈ കിറ്റി ഒട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ. നമ്മൾ ചട്ടി എടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുകയാണ്. പിടിക്കാൻ പോകുമ്പോൾ മാന്താൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയോ ഒരു ചട്ടി എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് അതിലൊരു ചെടി ഉണ്ടായിരുന്നു, ഉഷമല്ലരി. അത് ആ ചെടിയിലേക്ക് നട്ടുവെച്ച്, പിന്നെ കുറച്ച് വെണ്ടത്തൈ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ, അതും നട്ടു കൊടുത്തിട്ടോ. പിന്നെ മഴയുള്ളത് കൊണ്ട് നമ്മുടെ റോസ് ഇങ്ങനെ മഴയത്ത് ചാഞ്ഞിങ്ങനെ പോയി. അത് വെള്ളമൊക്കെ ഈ റോസിലായിട്ട് കൊമ്പിന് ഭാരം താങ്ങാൻ പറ്റാതെ ഇങ്ങനെ പോയപ്പോൾ നമ്മൾ ആ കൊമ്പ് അങ്ങനെ തന്നെ വെട്ടിക്കൊടുത്തട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കട ആകെ മോശമായി പോകും. അതുകൊണ്ട് എന്നിട്ട് പിന്നെ കടയുടെ ഭാഗത്തുള്ള മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി നിർത്തി. കുറച്ച് വളങ്ങൾ വാങ്ങിച്ചിട്ട് ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ യൂറിയ ഉണ്ടായിരുന്നു. യൂറിയയുടെ ഒരു വെള്ളം ഇറങ്ങിയിട്ട് എല്ലാ വളങ്ങളിലേക്കും ആയി, എല്ലാം ചീത്തയായി പോയിട്ടോ. അപ്പോൾ ഇത് കുറച്ച് നാളായി നമ്മൾ ഇത് എടുത്ത് വെച്ചിട്ട്, മഴയൊക്കെ ആയ സമയം ആയതുകൊണ്ട് ചെടികൾക്ക് വളങ്ങളൊന്നും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാഠിന്യത്തിന് ഇടാൻ വേണ്ടി വാങ്ങിച്ച പൊട്ടാഷാണ് കേട്ടോ അത്. അപ്പോൾ അതിനി വെച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത് വേഗം തന്നെ എടുത്തിട്ട് അടീനിയത്തിന് എല്ലാത്തിനും ഇട്ട് കൊടുത്തേ. അങ്ങനെ ഈ പൊട്ടാഷൊക്കെ കംപ്ലീറ്റ് യൂറിയയുടെ വന്ന വെള്ളത്തിൽ മിക്സായിരിക്കുകയാണ്. അപ്പോൾ സാധാരണ അടീനിയം പൂക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊട്ടാഷ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് പൊട്ടാഷ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളകുകൾ ഉണ്ടായിരുന്നു, 3 ടൈപ്പ് മുളകാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് പാകാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറുക്കില്ലേ, അതിൻ്റെ 2-3 തൈക്കളും നടാനുണ്ടായിരുന്നു. അപ്പോൾ അതും നട്ടോ. അടീനിയത്തിലെ കുറേ പ്രാണികൾ വന്നിട്ട് അതിൻ്റെ ഇല കംപ്ലീറ്റ് നീരൂറ്റി കുടിക്കും. അതുപോലെ തന്നെ മുട്ടുകൾ നിറയെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ എല്ലാം തന്നെ ഇതുപോലെ നീരൂറ്റി കുടിച്ച് പോവാണ് കേട്ടോ. പിന്നെ ഇതേ കൊമ്പുകളൊക്കെ ചെയ്യാനും തുടങ്ങും. അപ്പോൾ ഞാൻ ഈ ചീഞ്ഞ കൊമ്പുകൾ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് അതിൽ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ കൊമ്പുകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു പുതിയ ബ്ലേഡ് എടുത്തിട്ട് കൊമ്പൊന്ന് മുറിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ സാഫാണ് കേട്ടോ പരട്ടുന്നത്. സാഫും കൂടി പരട്ടി കൊടുത്തിട്ട്, ഇത് ഒരു കൊമ്പ് നട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ, വിത്ത് പാകി മുളച്ചതൊന്നുമല്ല. അപ്പോൾ കൊമ്പ് നട്ട് പിടിപ്പിച്ചതാണ്. ഇതിൽ നന്നായിട്ട് പൂക്കളും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ഇതന്ന് മുകളിൽ കൊണ്ട് വെച്ചല്ലോ, അതിനുശേഷമാണ് നമുക്ക് ഇതിനെ ശരിക്കും നോക്കാൻ പറ്റാതായത് കേട്ടോ. താഴെ ഇരുന്നപ്പോൾ കറക്റ്റായിട്ട് ഇതിനെല്ലാം ചെയ്ത് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഈ സാഫ് പരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടു ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വളങ്ങളും ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പ്രാണീനെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് മരുന്നൊഴിച്ച് കൊടുത്ത് നമ്മൾ തെളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇലകളൊക്കെ വന്ന് പ്ലാന്റ് ഒന്ന് ഹെൽത്തിയും കൂടി ആയതിനു ശേഷം നമുക്ക് വളം ഇട്ട്